പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 3rd ലെസൺ വെയിറ്റിംഗ് ഫോർ റെയിൻ, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടനവധി ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നത് ഏതാനും ലാംഗ്വേജ് എലിമെന്റ്സ് ആക്ടിവിറ്റീസ് ആണ്. വീഡിയോ പാർട്ട് 1ലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഏതൊക്കെ ലാംഗ്വേജ് എലിമെന്റ്സ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വീഡിയോ കണ്ടൻസ്, onomatopoeic words, synonyms, transliteration or code switching, phrasal verbs. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ഓരോന്നും വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം onomatopoeic words. Let's play with words. Activity 1. Read the excerpt from the Saga of the Tiffin Carriers. The Saga of the Tiffin Carriers എന്ന ലെസണിൽ നിന്നുള്ള ഒരു സെന്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. On a humid day in March, to the crash of the carrier-laden crates, the clang of tiffin carriers എന്നിങ്ങനെയാണ് ആ സെന്റൻസ് തുടങ്ങുന്നത്. ഇവിടെ രണ്ട് വേർഡ്സ് ചിത്രങ്ങളുടെ രൂപത്തിൽ തന്നിരിക്കുന്നു. ക്ലാങ്, ക്രാഷ് എന്നിങ്ങനെ. What do the images above convey about the words pictured alongside? ഈ വേർഡ്സ് ചിത്രരൂപത്തിൽ നൽകിയത് എന്താണ് അവയുടെ അർത്ഥം ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കും, ക്ലാങ് എന്നുള്ളത് ഒരു മെറ്റൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ, ഒരു ലോഹം അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വസ്തു പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണത് ക്ലാങ്. ക്രാഷ് എന്നുള്ളത് ഇതുപോലെ തന്നെ വസ്തുക്കൾ തമ്മിൽ ശക്തമായി കൂട്ടിയടിക്കുമ്പോൾ, ഉദാഹരണത്തിന് വാഹനങ്ങളൊക്കെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള വളരെ ശക്തമായ തകരുന്ന പോലെയുള്ള ക്രാഷ് ഒരു ശബ്ദമാണത്. The pronunciation words such as clang and crash indicate the sounds they represent. ചില വാക്കുകൾ, ക്ലാങ്, ക്രാഷ് തുടങ്ങിയ പോലെയുള്ള വാക്കുകൾ, അവയുടെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം, ആ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വാക്കുകളുടെ ശബ്ദം തന്നെ അവ പ്രതിനിധീകരിക്കുന്ന അർത്ഥമാകുന്ന ശബ്ദത്തിലേക്ക് ഒരു സൂചന നൽകുന്നു. ക്ലാങ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശബ്ദം എന്ന് നമുക്കതിൽ നിന്നൊരു സൂചന ലഭിക്കും. ഇങ്ങനെ ചില വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. Such words are called onomatopoeic words. ഇത്തരത്തിലുള്ള പദങ്ങൾക്കാണ് onomatopoeic words എന്ന് പറയുന്നത്. അതായത് the pronunciation of these words imitates the sounds they refer to. ഇത്തരം വാക്കുകളുടെ ഉച്ചാരണം ആ വാക്കുകൾ പ്രതിനിധീകരിക്കുന്ന, സൂചിപ്പിക്കുന്ന സൗണ്ടുകൾ അനുകരിക്കുന്നു. Onomatopoeia is the use or creation of a word that phonetically imitates, resembles or suggests the sound that it describes. Onomatopoeia എന്നാണ് ഈ ലിറ്റററി ഡിവൈസിന് പറയുന്ന പേര്. മിക്കപ്പോഴും കവിതകളിൽ onomatopoeia എന്നുള്ള പോയറ്റിക് ഡിവൈസ് ധാരാളമായി ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു ശബ്ദത്തെ സൂചിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കും. ആ വേർഡുകളുടെ ഉച്ചാരണം തന്നെയായിരിക്കും അതിൻ്റെ മീനിങ്. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. സർക്കിൾ ദി onomatopoeic വേർഡ്സ് ഇൻ ദ പാസേജ് ബിലോ. ഇവിടെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ലെസണിൽ നിന്ന് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അതിൽ റൈറ്റർ ഒട്ടനവധി onomatopoeic വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നു. അവ കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ നൽകിയിട്ടുണ്ട്. ഈ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വിൻഡ് ഹാഡ് ബീൻ സ്വീപ്പിംഗ്. സ്വീപ്പ് എന്നുള്ളത് ആ പദം ഒരു onomatopoeic വേർഡാണ്. കാറ്റടിക്കുന്ന ആ ശബ്ദത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. വീണ്ടും വിത്ത് എ മെനസിംഗ് ഗ്രൗൾ എന്നുള്ളിടത്ത് ഗ്രൗൾ ആ പദം ഉച്ചരിക്കുമ്പോൾ ഒരു മുരൾച്ച ശബ്ദം, ഒരു മുരളുന്ന ശബ്ദം, അലറുന്ന ശബ്ദം, അതാണത് സൂചിപ്പിക്കുന്നത്. കാറ്റ് വളരെ ശക്തമായി ഒരു മുരൾച്ച ശബ്ദം ഉണ്ടാക്കുന്നു. ആ ഗ്രൗൾ എന്നുള്ള ശബ്ദം ആ പദം തന്നെ സൂചിപ്പിക്കുന്നു.
ദെൻ വിൻഡോ ഷട്ടേഴ്സ് ബാങ്ഡ്. ബാങ്ഡ് എന്നുള്ളത് ജനൽപ്പാളികൾ കാറ്റിൽ ശക്തമായി അടയുന്ന ശബ്ദം, അതുപോലെ തന്നെ നാം കൈകൊണ്ടൊക്കെ മേശപ്പുറത്തോ ബെഞ്ചിലോ ഒക്കെ അടിച്ച് ശക്തമായി ഉണ്ടാക്കുന്ന ശബ്ദം, ഇതൊക്കെ ബാങ് എന്നാണ് പറയാറ്. അപ്പോൾ ശക്തമായി അടിച്ചുണ്ടാക്കുന്ന ഒരു ശബ്ദം ബാങ്ഡ്. ഡോസ് അൺലാച്ച്ഡ് themselves. Around my home trees creaked, groaned. കാറ്റിൽ വീടിന് ചുറ്റുമുള്ള മരങ്ങൾ പരസ്പരം ഉരഞ്ഞുകൊണ്ടുണ്ടാകുന്ന, ഉരയുന്ന തരത്തിലുള്ള ശബ്ദം. While leaves hissed and whispered. അതുപോലെ തന്നെ ശക്തമായ കാറ്റിൽ ഇലകൾ പരസ്പരം ഉരയുന്നതും ഇലകൾ ആടുന്നതും ഒക്കെയായി കാറ്റിലുണ്ടാക്കുന്ന ഒരു ഹിസ്സിങ് സൗണ്ട്. ആൻഡ് വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ നാം പതുങ്ങിയ സ്വരത്തിൽ മന്ത്രിക്കുന്ന പോലെ പറയുന്ന വളരെ നേരിയ ശബ്ദം. ഇതൊക്കെ വ്യത്യസ്തമായ ശബ്ദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ഡിച്ചസ് ഗർഗ്ലിംഗ് എന്ന് പറയുന്നിടത്ത് ചെറിയ ചാലുകളിലൂടെ വെള്ളം കളകള ശബ്ദമുണ്ടാക്കി ഒഴുകുന്നത്. വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് തീരത്തുള്ള കല്ലുകളിലും മറ്റ് വസ്തുക്കളിലുമൊക്കെ തട്ടി കുമിളകൾ ഉണ്ടാക്കി വെള്ളം സൃഷ്ടിക്കുന്ന ഒരു ഗേഗ്ലിംഗ് ശബ്ദം നാം കളകളാരവം എന്നൊക്കെ പറയുന്ന ആ ഗേഗ്ലിംഗ് എന്നുള്ള ആ പദം ഉച്ചരിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് ഒരു സൂചനയായി ലഭിക്കും. ഇത്രയും ഓണമാറ്റോപിയക് വേർഡ്സ് ആണ് ഈ പാസേജിലുള്ളത്. വിദ്യാർത്ഥികൾ ഓരോന്നിൻ്റെയും അർത്ഥം സാന്ദർഭികമായി ഉപയോഗിക്കാനും പരിശീലിക്കുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി ബി. Match the onomatopoeic words in column A with the sounds they describe in column B. ഇവിടെ രണ്ട് കോളങ്ങളിലായി കോളം എയിൽ ഏതാനും ഓണമാറ്റോപിയക് വേർഡ്സ് നൽകിയിരിക്കുന്നു. അവയുടെ മീനിങ് അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ കോളം ബിയിലും നൽകിയിട്ടുണ്ട്. ഓരോന്നിനും അനുയോജ്യമായ മീനിങ് അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ പരസ്പരം മാച്ച് ചെയ്ത് എഴുതുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്പർ നൽകിക്കൊണ്ട് അതിവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യ ശബ്ദം ബീപ് എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഓണമാറ്റോപിയക് വേർഡാണ് ബീപ്. ബീപ് സൗണ്ട് തന്നെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്ക് എ ഷോർട്ട് ഹൈ പിച്ച്ഡ് സൗണ്ട് ഓഫ് ദ ഹോൺ ഓഫ് എ വെഹിക്കിൾ ഓർ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഏതെങ്കിലും ഒരു വാഹനം ഹോൺ അടിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, ഒരു അലാം ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ബീപ് സൗണ്ട് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 2, ക്രാക്കിൾ. ക്രാക്കിൾ എന്നുള്ളത് ചെറിയ തുടരെയുള്ള ശബ്ദമാണ്. നമ്പർ 2 ഇവിടെ എക്സ്പ്ലനേഷനായി നൽകിയിരിക്കുന്നത് മേക്ക് ഷോർട്ട് ഷാർപ്പ് repetitive sounds in quick succession as of objects in fire. തീയിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, ഇപ്പോ മരച്ചില്ലകളോ വിറകോ ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന, തീ ആളിപ്പടർന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പൊട്ടുന്ന ശബ്ദം. നമ്പർ 3, ഫ്ലട്ടർ. പക്ഷികൾ അതുപോലെ തന്നെ മറ്റ് ജീവികളൊക്കെ ചിറകടിക്കുന്ന ശബ്ദമാണ്. തുടരെ ചിറക് വീശി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. നമ്പർ 3, മേക്ക് എ നോയ്സ് ബൈ മൂവിങ് ദ വിങ്സ് ക്വിക്ക്ലി. നമ്പർ 4, ഗിഗിൾ. കുട്ടികളൊക്കെ തമാശ പറഞ്ഞ് അടക്കി ഒതുക്കി പിടിച്ച് ചിരിക്കുന്ന ഗിഗ്ലിംഗ് സൗണ്ട്. നമ്പർ 4 എന്നുള്ളത് ലോങ് ഇൻ എ ലൈറ്റ് സില്ലി വേ. നമ്പർ 5, റാറ്റിൽ. റാറ്റിൽ എന്നുള്ളത് ഒരു ഉരയുന്ന പോലെയുള്ള തുടരെയുള്ള ചെറിയ നീണ്ടു നിൽക്കുന്ന ശബ്ദമാണ്. മേക്ക് എ നോയ്സ് ബൈ മൂവിങ്. Number 5, make a rapid series of short, sharp noises of objects or like that of a rattlesnake. Rattlesnake എന്നുള്ള സർപ്പം ഉണ്ടാക്കുന്ന പോലെയുള്ള വളരെ പെട്ടെന്നുള്ള തുടരെ ഉണ്ടാകുന്ന ഷാർപ്പ് സൗണ്ടാണ്. ദെൻ നമ്പർ 6, റംബിൾ, മുഴങ്ങുക. നമ്പർ 6 കാണാം, മേക്ക് എ കണ്ടിന്യൂസ് ഡീപ് റെസൊണന്റ് സൗണ്ട് ഓഫ് തണ്ടർ. ആകാശത്ത് ഇടിമുഴക്കമൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള, അതല്ലെങ്കിൽ ഫ്രം ദ സ്റ്റമക്, നമ്മുടെ ആമാശയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മുഴക്കം പോലെയുള്ള മുരൾച്ച ശബ്ദമൊക്കെ. ദെൻ നമ്പർ 7, സിസിൽ. സിസിൽ എന്ന് പറഞ്ഞാൽ
make a hissing or popping sound while frying something. ഫ്രൈ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം നാം എന്തെങ്കിലും വറുക്കാനോ പൊരിക്കാനോ ഒക്കെ ഒരു മത്സ്യമൊക്കെ ചൂടായ എണ്ണയിലേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, അതാണ് സിസിൽ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ഈ വേർഡ്സും അവയുടെ അർത്ഥവും പരിചയപ്പെട്ടു വെക്കുക. ആക്ടിവിറ്റി സി. Find out a few more onomatopoeic words. Write them on chart paper and display it in the classroom. വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ ഓണമാറ്റോപിയക് വേർഡ്സ് കണ്ടെത്തുക, അവ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന 15 ഓണമാറ്റോപിയക് വേർഡ്സും അവയുടെ എക്സ്പ്ലനേഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്പർ 1, ബസ്. The sound made by bees or other flying insects. തേനീച്ച അതുപോലെ തന്നെ മറ്റ് ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ബസിംഗ് സൗണ്ട്. ബൂം. A loud deep sound often associated with explosions or thunder. ഇടിമുഴക്കം പോലെ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഫോടനം ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ശബ്ദമാണത് ബൂം. നമ്പർ 3, chirp. A short sharp sound made by small birds or insects. ചെറിയ പക്ഷികൾ, കുരുവികളൊക്കെ പോലെയുള്ള പക്ഷികൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില ഇൻസെക്റ്റുകൾ, പ്രാണികൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിർപ്പിംഗ് സൗണ്ട്. നമ്പർ 4, splash. The sound of something hitting or moving in water. വെള്ളം ശക്തമായി ചിതറിക്കൊണ്ട് സ്പ്ലാഷ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ശബ്ദം. Then creak. A long high-pitched sound made by something being slowly moved, like a door or floorboard. വാതിൽ അല്ലെങ്കിൽ ജനൽപ്പാളികളൊക്കെ അതിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ ഹിഞ്ചസ്, അത് ഉരയുന്ന ഒരു ശബ്ദം. Then clatter. A series of short sharp sounds made when hard objects hit each other. ശക്തമായ വസ്തുക്കൾ, ഹാർഡ് ഒബ്ജക്റ്റുകൾ പരസ്പരം കൂട്ടി ഉരയുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടി ഇടിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ശബ്ദം ക്ലാങ് ഒക്കെ പോലെ തന്നെയാണ് ക്ലാറ്റർ. നമ്പർ 7, ഹിസ്. എ ഷാർപ്പ് സൗണ്ട് മെയ്ഡ് ബൈ എയർ ഓർ സ്ട്രീം എസ്കേപ്പിംഗ് ഓർ ബൈ ആനിമൽസ് ലൈക്ക് സ്നേക്സ്. ഒരു ടയറിൽ നിന്ന് അല്ലെങ്കിൽ ട്യൂബിൽ നിന്നൊക്കെ എയർ ഒഴിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന പോലുള്ള ശബ്ദം, അതല്ലെങ്കിൽ സർപ്പമൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം, ഹിസ്, അത്തരത്തിലുള്ള ഒരു സൗണ്ട്. Then click. A short sharp sound as made by a switch or a small object striking a hard surface. ഏതെങ്കിലും ഒരു വസ്തു നല്ല ഹാർഡ് സർഫസിൽ തട്ടുമ്പോഴുണ്ടാകുന്ന, അതല്ലെങ്കിൽ നാം സ്വിച്ച് ഇടുമ്പോഴുണ്ടാകുന്ന പോലെയുള്ള ഒരു ക്ലിക്ക് സൗണ്ട്. നമ്പർ 9, whiz. The sound of something moving quickly through air. അന്തരീക്ഷത്തിലൂടെ ഏതെങ്കിലും ഒരു വസ്തു ശക്തമായിട്ട് വീശുമ്പോൾ, ഒരു വടി വീശുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു സൗണ്ട്. നമ്പർ 10, pop. A short sharp sound often made when something bursts or opens. ഒരു ബോട്ടിൽ, ഒരു കുപ്പിയിൽ നിന്ന് അതിൻ്റെ അടപ്പൊക്കെ പെട്ടെന്ന് തുറക്കുമ്പോഴുണ്ടാക്കുന്ന ഒരു പോപ്പ് സൗണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വസ്തുവൊക്കെ ഒന്ന് പൊട്ടുമ്പോഴുള്ള ആ തുറക്കുന്ന ശബ്ദം. നമ്പർ 11, snip. The sound of something being cut, especially with scissors. നാം കത്രിക കൊണ്ട് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ കട്ടിംഗ് സൗണ്ട്. 12, tick. The sound made by a clock or watch as it works. ഒരു ക്ലോക്ക് ഒക്കെ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ആ സെക്കൻഡുകൾ ഇങ്ങനെ അടിക്കുന്നതിനുള്ള ആ ടിക് 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 സൗണ്ട്. 13, bang. A sudden loud noise often made by something hitting or exploding. പെട്ടെന്ന് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴുണ്ടാകുന്ന, അതല്ലെങ്കിൽ ചെറിയ സ്ഫോടനം പോലെയൊക്കെ ഉണ്ടാകുന്ന ബാങ് സൗണ്ട്. നമ്പർ 14, tinkle. A light ringing sound often like small bells or glass. ഗ്ലാസ് കൂട്ടിയടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ബെല്ലൊക്കെ അടിക്കുന്ന ടിങ്കിൾ സൗണ്ട്. ആൻഡ് ലാസ്റ്റ് 15, move. The sound made by cows. പശുക്കളൊക്കെ ഉണ്ടാക്കുന്നവയുടെ ഒരു ശബ്ദം. ഈ പദങ്ങളിൽ ചിലതെങ്കിലും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക.
ആക്ടിവിറ്റി ഡി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു കോൺവെർസേഷൻ നൽകിയിട്ടുണ്ട്, ഡബ്ബാവാല 1 and 2. ഈ കോൺവെർസേഷൻ ഇവിടെ നൽകിയിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമാം വിധം പൂർത്തീകരിച്ചെഴുതുക. നൽകിയിരിക്കുന്ന വേർഡ്സ് എല്ലാം തന്നെ ഓണമാറ്റോപിയക് വേർഡ്സ് ആണ്. വിദ്യാർത്ഥികൾ ഓരോ വേർഡും അതിന്റെ അർത്ഥവും മനസ്സിലാക്കണം. ആദ്യം ഹോങ്കിങ്, വാഹനങ്ങൾ ഓണടിച്ചുണ്ടാകുന്ന കാതടപ്പിക്കുന്ന ശബ്ദം. ബ്ലെയർ, ലൗഡ് സ്പീക്കറിലൂടെ പുറത്തേക്ക് വരുന്ന അനൗൺസ്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ നമ്മുടെ കാതടപ്പിക്കുന്ന, അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ ഉച്ചത്തിലുള്ള ശബ്ദം ബ്ലെയർ. ഗോബിൾ, ആർത്തിയോടുകൂടി ഭക്ഷണം വാരി വിഴുങ്ങുന്ന ആ ഒരു പ്രവൃത്തിക്ക് പറയും. അതുണ്ടാക്കുന്ന ചെറിയ ഒരു അടക്കിപ്പിടിച്ച ഒതുക്കുന്ന ശബ്ദം. നാം സാവധാനത്തിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതല്ല, വളരെ ധൃതിയിൽ സമയമില്ലാത്തപ്പോഴൊക്കെ വാരി വിഴുങ്ങുന്ന ആ ഒരു ഭക്ഷണ കഴിപ്പ് രീതിയാണ് ഗോബിൾ. റംബ്ലിംഗ്, ഇടിമുഴക്കം പോലെയുള്ള ആകാശത്തിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം. സിസിൽ, ഒരു ഫ്രൈ പാനിലേക്ക് ചൂടായ എണ്ണയിലേക്കൊക്കെ നാം മത്സ്യം, മാംസമൊക്കെ വറുക്കാനോ പൊരിക്കാനോ വെക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം. ക്രാക്ട്, എന്തെങ്കിലും വസ്തുക്കൾ വീണ് അല്ലെങ്കിൽ ഇടിച്ച് പൊട്ടിപ്പൊളിയുന്ന തരത്തിലുള്ള ശബ്ദം. ഡ്രിസിൽ, ചെറിയ മഴ, ചാറ്റൽ മഴ പെയ്യുന്ന ശബ്ദം, നേരിയ ശബ്ദം. തഡ്, വളരെ ഉയരത്തിൽ നിന്ന് തറയിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വീഴുന്ന, ആ വീണ് തറയിൽ പതിയുന്ന ആ ശബ്ദം തഡ്. കോൺവെർസേഷൻ വായിച്ചു നോക്കുക. ഡബ്ബാവാല 1, ഹേയ്, ഹൗ ഈസ് യുവർ ഡേ? ഡബ്ബാവാല 2, ടെറിബിൾ, ട്രെയിൻസ് ആർ ലേറ്റ് ആൻഡ് ദർ ഈസ് എ കോൺസ്റ്റന്റ് ബ്ലെയർ ഓഫ് അനൗൺസ്മെന്റ്സ്. അനൗൺസ്മെന്റുകളെ കാതടപ്പിക്കുന്ന ശബ്ദവും. അവിടെ ബ്ലെയർ എന്നുള്ള പദമാണ് അനുയോജ്യം. ഡബ്ബാവാല 1, മൈ കാർട്ട് ഹിറ്റ് എ പോട്ടോൾ ആൻഡ് ദർ വാസ് എ ലൗഡ് തഡ്. എൻ്റെ ഉന്തുവണ്ടി റോഡിൽ ഒരു കുഴിയിൽ പതിച്ചു. എൻ്റെ ഭക്ഷണ പാത്രങ്ങൾ നിറഞ്ഞ ആ ട്രേ താഴേക്ക് പതിയുന്ന, വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. തഡ്. ഐ ഹോപ്പ് നൺ ഓഫ് ദി ഡബ്ബാസ് ഗോട്ട് ക്രാക്ഡ്. എൻ്റെ ഡബ്ബ, ഭക്ഷണ പാത്രങ്ങളൊന്നും പൊട്ടി നാശമായില്ലെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പൊട്ടിപ്പൊളിയുക, ക്രാക്ഡ്. ഡബ്ബാവാല 2, ഗുഡ്നസ്, മുംബൈ റോഡ്സ് ആർ ഓൾവേസ് എ ചലഞ്ച്. റോഡുകളെല്ലാം വളരെ മോശമാണ് എന്ന രൂപത്തിൽ. ഡബ്ബാവാല 1, ട്രൂ, ദർ ഈസ് സോ മച്ച് ഹോങ്കിങ് ബൈ വെഹിക്കിൾസ് ഓൺ ദ റോഡ്സ്. വലിയ തിരക്കുമാണ്, അതിനിടക്ക് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഹോങ്കിങ് സൗണ്ട് അതികഠിനമാണ്. വാഹനങ്ങളുടെ ഹോണടിക്കുന്ന ശബ്ദം ഹോങ്കിങ്. ഡബ്ബാവാല 2, ഡോണ്ട് യു ഹിയർ ദാറ്റ് സിസിൽ ഫ്രം ദ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾ? അവിടെ ആ സ്ട്രീറ്റിലെ ഫുഡ് സ്റ്റോളിൽ നിന്ന് സിസിൽ സൗണ്ട് നീ കേട്ടില്ലേ? എന്തോ വറുക്കുന്ന, പൊരിക്കുന്ന ശബ്ദം കേട്ടില്ല? ദേ ആർ ഫ്രൈയിങ് സംതിങ്, അവർ എന്തോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബ്ബാവാല 2, ഐ ആം ഹംഗ്രി. ഓ, ആ ശബ്ദം കേൾക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഹംഗ്രിയാണ്, വല്ലാത്ത വിശപ്പുണ്ട്. ലെറ്റ്സ് ഗോബിൾ സം വടാപാവ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു വർക്ക്. നമുക്ക് പെട്ടെന്ന് പോയി അല്പം വടാപാവ് കഴിച്ച് ജോലിയിലേക്ക് വരാം. ധൃതിപ്പെട്ട് നമുക്ക് കഴിക്കുക എന്ന അർത്ഥത്തിലാണ് ഗോബിൾ എന്ന് പറയുന്നത്, വാരി വിഴുങ്ങുക എന്ന അർത്ഥത്തിൽ. ഡബ്ബാവാല 2, അറിയാം, എന്നാൽ വേഗം പോവാം. ദർ ഈസ് എ റംബ്ലിംഗ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ നിന്ന് ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്. ഇറ്റ് മൈറ്റ് ഡ്രിസിൽ സൂൺ. ഒരുപക്ഷെ പെട്ടെന്ന് മഴ ചാറിയേക്കാം. ഈ രൂപത്തിൽ അനുയോജ്യമാം വിധം ഈ വേർഡ്സ് എല്ലാം നൽകിയത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഓരോ വേർഡും അവയുടെ മീനിങ്സും വ്യക്തമായി പ്രത്യേകമായി നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2. ഇവിടെ സിനോണിംസ് ആണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഹാവിങ് സിമിലർ മീനിങ്സ്. ഒരു പദത്തിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള അർത്ഥം വരുന്ന മറ്റൊരു പദം. നാം മലയാളത്തിൽ പറയുന്ന പര്യായം. ഒന്നിലധികം വേർഡ്സ്, അവയ്ക്ക് ഒരേ മീനിങ്. ഒരു പദത്തിന് പകരം നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും മറ്റൊരു പദം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആക്ടിവിറ്റി ഇതാണ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് ആനന്ദ്, ദി അൺസങ് ഹീറോ. ദി അൺസങ് ഹീറോ എന്നുള്ളത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. അർഹിക്കുന്ന അംഗീകാരവും പരിഗണനയും ലഭിക്കാത്ത ഒരു ഹീറോ. ആനന്ദ് എന്ന ഒരു ഹീറോയുടെ കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അയാൾക്ക്
അയാളുടെ കഴിവിനനുസൃതമായ അംഗീകാരം ലഭിച്ചിട്ടില്ല. ഈ കഥ വിദ്യാർത്ഥികൾ വായിക്കുക. ഈ സ്റ്റോറിയിൽ ചില വേർഡ്സ് എല്ലാം തന്നെ ഹൈലൈറ്റഡ് ആണ്, പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റോക്കി, ഇൻക്രെഡിബിൾ, courteously, uncouth, turbulence, summoned, penury, commendable, endorsed എന്നീ വേർഡ്സ് എല്ലാം തന്നെ ഹൈലൈറ്റഡ് ആണ്. ഇനി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് റീപ്ലേസ് ദ വേർഡ്സ് ഇൻ ബോൾഡ് ടൈപ്പ് ആൻഡ് ഇൻ ദ പാസേജ് വിത്ത് സിനോണിംസ് പ്രൊവൈഡ് ഇൻ ദ ബ്രാക്കറ്റ്സ് ആൻഡ് റീറൈറ്റ് ദ പാസേജ്. ഈ ഹൈലൈറ്റഡ് വേർഡ്സിനൊക്കെ പകരം വെക്കാൻ പറ്റുന്ന അവയുടെ സിനോണിംസ്, പര്യായ പദങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അൺബിലീവബിൾ, സ്റ്റഡി, സർട്ടിഫൈഡ്, റെസ്പെക്ട്ഫുള്ളി, കോൾഡ്, അൺസിവിലൈസ്ഡ്, അഡ്മിറബിൾ, ഡെസ്റ്റിറ്റ്യൂഷൻ, chaos എന്നിങ്ങനെ. അപ്പോൾ വിദ്യാർത്ഥികൾ ഹൈലൈറ്റഡ് വേർഡ്സിന്റെ മീനിങ്സ് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന മറ്റു വേർഡ്സ് സിനണിമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓരോ പദത്തിനും തുല്യമായ വേർഡ്സ് പരസ്പരം മാറ്റി എഴുതിക്കൊണ്ട് ഈ സ്റ്റോറി റീറൈറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ വേർഡ്സ് എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചെഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യം സ്റ്റോക്കി. സ്റ്റോക്കി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റേഡി. രണ്ട് വേർഡും ഒരേ മീനിങ് ആണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആൻഡ് സ്റ്റൗട്ട്, നല്ല ശക്തിയുള്ള, അത്യാവശ്യം വണ്ണമുള്ള ഒരു വ്യക്തിയെ വിശദീകരിക്കാൻ പറ്റുന്ന, ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് സ്റ്റോക്കി മാൻ എന്ന് വെച്ചാൽ സ്റ്റഡി മാൻ. അപ്പോൾ ഈ തരത്തിലാണ് സിനോണിംസ് പഠിക്കേണ്ടത്. ദെൻ ഇൻക്രെഡിബിൾ എന്നുള്ള വേർഡ്സ് വിദ്യാർത്ഥികൾക്ക് സുപരിചിതമായിരിക്കും. അൺബിലീവബിൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻക്രെഡിബിൾ എന്നതിൻ്റെ ഒരു സിനണിമാണ് അൺബിലീവബിൾ. രണ്ടും ഒരേ അർത്ഥം തന്നെ. ദെൻ courteously എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പദമാണ് റെസ്പെക്ട്ഫുള്ളി, മാന്യമായി, ആദരവോടെ എന്നൊക്കെ അർത്ഥം വരുന്ന പദം. ആ രണ്ട് പദങ്ങളും സിനോണിമസ് ആണ്, അഥവാ ഒന്നിന്റെ സിനണിമാണ് മറ്റൊന്ന്. അൺകൂത്സ്, അപരിഷ്കൃതമായ, അത് തന്നെയാണ് അൺസിവിലൈസ്ഡ്, സംസ്കാരമില്ലാതെ, സംസ്കാരശൂന്യമായി എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്നത്. ടർബുലൻസ്, ഇളക്കം, പ്രക്ഷുബ്ധത, വല്ലാത്തൊരു പ്രതിസന്ധി, അതാണ് സാന്ദർഭികമായി chaos, ശബ്ദകോലാഹലം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാത്ത, പ്രക്ഷുബ്ധമായ എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. സമൻഡ്, ഒരാളോട് ഹാജരാകാൻ കൽപ്പിക്കുക, വരാൻ ആവശ്യപ്പെടുക, അതാണ് കോൾഡ്, വിളിച്ചു എന്നർത്ഥത്തിൽ. സമൻഡ് ആൻഡ് കോൾഡ് ആർ സിനോണിമസ്. അവ പരസ്പരം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണ്. ദെൻ പെന്യൂറി, അതിദാരിദ്ര്യം, പ്രയാസം, നഷ്ടം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഡെസ്റ്റിറ്റ്യൂഷൻ, പ്രയാസപ്പെടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ദെൻ കമൻറ്റബിൾ മീൻസ് അഡ്മിറബിൾ, രണ്ടും ഒരേപോലെ അർത്ഥമുള്ള പദങ്ങളാണ്. ദെൻ എൻഡോസ്ഡ്, സർട്ടിഫൈഡ്, അംഗീകരിച്ചു, അംഗീകരിക്കപ്പെട്ടു, അതല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തി എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന സിനോണിംസ്. ഇത്തരത്തിലുള്ള വേർഡ്സ് എല്ലാം വിദ്യാർത്ഥികൾ ഓർത്തു വെക്കുക, പ്രത്യേകമായി നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് പഠിക്കുക. ആക്ടിവിറ്റി 3. ഈ ആക്ടിവിറ്റിയിൽ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത് ഹോമോഫോൺസ് എന്ന വിഭാഗത്തിലെ വാക്കുകളെയാണ്. എന്താണ് ഹോമോഫോൺസ്? വേർഡ്സ് ഹാവിംഗ് ദ സെയിം പ്രൊനൗൺസിയേഷൻ, ഒരേപോലുള്ള ഉച്ചാരണമുള്ള വാക്കുകൾ. വാക്കുകളുടെ അർത്ഥവും സ്പെല്ലിങ്ങും ഒക്കെ വ്യത്യാസമായിരിക്കും, പക്ഷെ വായിക്കുമ്പോൾ വാക്കുകളുടെ ശബ്ദം, പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം ഒരുപോലെയായിരിക്കും. ഹോമോഫോൺസ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റിയിൽ സിനണിംസ് ആണ് പരിചയപ്പെട്ടത്. സിനണിം എന്നുള്ളത് ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒക്കെ വ്യത്യാസമായിരിക്കും, എന്നാൽ വാക്കുകൾക്ക് തുല്യമായ അർത്ഥമായിരിക്കും. ഒരേപോലെ അർത്ഥമുള്ള, സെയിം മീനിങ്സ് ഉള്ള വാക്കുകളാണ് സിനണിംസ്. ഹോമോഫോൺസ് അർത്ഥം വ്യത്യാസമായിരിക്കും, സ്പെല്ലിംഗ് വ്യത്യാസമായിരിക്കും, എന്നാൽ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം ഒരുപോലെയായിരിക്കും. പ്രത്യേകമായി ശ്രദ്ധിച്ച് പഠിക്കുക സിനണിംസ് എന്താണ്, ഹോമോഫോൺസ് എന്താണ് എന്ന്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റി, ഹേമ വെന്റ് ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ ഹേമ എന്ന കുട്ടി മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയി. ഷി വാസ് ഫാസിനേറ്റഡ് ബൈ ദി മാർവൽസ് ഓഫ് നേച്ചർ ആൻഡ് ഷി പെൻഡ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് എ ട്രാവൽ സ്റ്റോറി. മൂന്നാറിന്റെ
നേച്ചർ ബ്യൂട്ടി അവളെ വളരെയധികം ആകർഷിച്ചു. തന്റെ അനുഭവങ്ങൾ അവൾ ഒരു ട്രാവൽ സ്റ്റോറി പോലെ എഴുതിയിട്ടു. എന്നാൽ ഷീ നീഡ്സ് യുവർ ഹെൽപ്പ് ടു എഡിറ്റ് ഹെർ സ്റ്റോറി. ഹെൽപ്പ് ഹെർ എഡിറ്റ് ദി എറേഴ്സ്. അവൾ എഴുതിയതിൽ ഏതാനും എറേഴ്സ് ഉണ്ട്, തെറ്റുകൾ. അത് കറക്റ്റ് ചെയ്യാൻ അവളെ സഹായിക്കുക എന്നതാണ് ആക്ടിവിറ്റി. ഇവിടെ ഹേമയുടെ ഈ സ്റ്റോറി വായിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ റെഡ് കളറിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ വാക്കുകളെല്ലാം തന്നെ ഈ സ്റ്റോറിയിൽ, ഈ സന്ദർഭത്തിൽ എറേഴ്സ് ആണ്. എന്നാൽ അതിന് പകരം അതേ ശബ്ദമുള്ള വാക്കുകളാണ് വേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യ വേർഡ് ടു എന്നുള്ളതാണ്. 2 O ഈ വാക്കിലുണ്ട്. അതല്ല അവിടെ വേണ്ടത്. ജേർണി ടു മൂന്നാർ. അപ്പോ ഒരു ഓയുള്ള ടു എന്നുള്ള വേർഡാണ് വേണ്ടത്. രണ്ടും സിമിലർ ആയ പ്രൊനൗൺസിയേഷൻ ആണ്, ഹോമോഫോൺസ് ആണ്. താഴെ ബ്രാക്കറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ കറക്റ്റ് വേർഡ് നൽകിയിട്ടുണ്ട്. ടു എന്നതിന് ടു എന്ന് ചേർത്ത് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ വേർഡ് വെദർ. വെദർ എന്നുള്ളത് അല്ല ഇവിടെ വേണ്ടത്. കാലാവസ്ഥ എന്നർത്ഥം വരുന്ന WEATHER എന്ന വേർഡാണ് വേണ്ടത്. അത് താഴെ നൽകിയത് ശ്രദ്ധിക്കുക. അപ്പോ വെദർ ആൻഡ് വെദർ ഇത് രണ്ടും ഒരേപോലെ ശബ്ദമുള്ള, ഉച്ചാരണമുള്ള ഹോമോഫോൺസ് ആണ്. എന്നാൽ മീനിങ്സ്, സ്പെല്ലിങ്സ് ഇവ വ്യത്യാസമുണ്ട്. മൂന്നാമതായി തന്നിരിക്കുന്നത് ടീ പ്ലാന്റേഷൻ എന്നാണ്. ടീ, ചായ എന്നർത്ഥം വരുന്ന TEA എന്ന വേർഡാണ് വേണ്ടത്. എന്നാൽ ഹേമ എഴുതിയത് TEE എന്നുള്ള മറ്റൊരു വേർഡാണ്. അപ്പോ കറക്റ്റ് ഇവിടെ താഴെ നൽകിയത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഫ്ലവർ. ഫ്ലവർ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്ന അർത്ഥത്തിലേക്ക് പൂവ് എന്നർത്ഥം വരുന്ന FLOWER എന്ന സ്പെല്ലിങ്ങോട് കൂടിയ വേർഡാണ് വേണ്ടത്. ഇവിടെ നൽകിയത് FLOUR എന്നുള്ളതാണ്. ധാന്യം, ധാന്യപ്പൊടി എന്നൊക്കെ അർത്ഥം വരുന്ന മറ്റൊരു വേർഡാണിത്. എന്നാൽ ഇത് രണ്ടും ഉച്ചരിക്കുന്നത് ഫ്ലവർ എന്ന ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേർഡ്സ് ഹോമോഫോൺസ് ആണ്. ദെൻ വൈൽഡ് ബെയർ. ബെയർ എന്ന കരടി എന്നർത്ഥം വരുന്ന BEAR എന്നുള്ള വേർഡാണ് ഹേമ ഉദ്ദേശിച്ചത്. പക്ഷെ എഴുതിയത് BARE എന്ന മറ്റൊരു വേർഡാണ്. അപ്പൊ അതുകൊണ്ട് ബെയർ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അവ രണ്ടും ഹോമോഫോൺസ് ആണ്. ദെൻ ഡെലീഷ്യസ് പീസ് ഓഫ് ഫ്രഷ്ലി ബേക്ഡ് കേക്ക്. ഒരു കഷ്ണം കേക്ക് എന്നർത്ഥം വരുന്ന ഒരു കഷ്ണം, ഒരു പീസ് എന്നുള്ള PIECE എന്ന വേർഡാണ് വേണ്ടത്. എന്നാൽ PEACE എന്ന മറ്റൊരു വേർഡാണ് ഹേമ എഴുതിയത്. രണ്ടും ഉച്ചരിക്കുന്നത് ഒരേപോലെ ആയതുകൊണ്ട് ഹോമോഫോൺസ് ആണ്. ദെൻ മീറ്റ്. ടു മീറ്റ് കണ്ടുമുട്ടുക, കാണുക എന്നർത്ഥത്തിൽ MEET എന്ന സ്പെല്ലിങ്ങോട് കൂടിയ വേർഡാണ് വേണ്ടിയിരുന്നത്. മാംസം എന്നർത്ഥം വരുന്ന മറ്റൊരു വേർഡാണ് ഹേമ എഴുതിപ്പോയത്. കാരണം രണ്ടും ഉച്ചരിക്കുമ്പോൾ ഒരുപോലെയാണ്. നെക്സ്റ്റ് സീ എന്നുള്ളത്. ഇവിടെ ഹേമ എഴുതിയത് കടൽ എന്നർത്ഥം വരുന്ന SEA ആണ്. സീ ദ സ്റ്റണിംഗ് വിസ്റ്റാസ് എന്നുള്ള കാണുക എന്നർത്ഥം വരുന്ന SEE എന്ന വേർഡാണ് വേണ്ടിയിരുന്നത്. ശ്രദ്ധിക്കുക, അവ രണ്ടും ഒരേപോലെയാണ് ഉച്ചരിക്കുന്നത്, വ്യത്യസ്തമായ അർത്ഥമാണ്. ദെൻ ആസ് ദ സൺ ഡിപ്റ്റ് എന്ന് പറഞ്ഞോടത്ത് SUN സൂര്യൻ എന്നർത്ഥം വരുന്ന സൺ ആണ് വേണ്ടത്. എഴുതിയത് മകൻ എന്നർത്ഥം വരുന്ന SON ആണ്. അതാണ് മിസ്റ്റേക്ക്. ദെൻ എ ഫെയർ പോയം എന്നെഴുതിയത് FAIR എന്നുള്ള മനോഹരമായ, ഉചിതമായ ഒരു കവിത എന്നർത്ഥം വരുന്ന ഫെയർ, FAIR ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇവിടെ ഹൈലൈറ്റ് ചെയ്തതെല്ലാം തന്നെ ഈ സ്റ്റോറിയിൽ മിസ്റ്റേക്ക് ആണ്. അതിന്റെ കറക്റ്റ് രൂപം താഴെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പദങ്ങൾ പരസ്പരം ഉച്ചരിച്ച് നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഉച്ചാരണം കേൾക്കാൻ സാധിക്കും. ഇത്തരം വേർഡ്സ് ആണ് ഹോമോഫോൺസ് എന്ന് അറിയപ്പെടുന്നത്. Now, why do you think Hema used these words incorrectly? എന്തുകൊണ്ടായിരിക്കും ഹേമ തന്റെ സ്റ്റോറിയിൽ ഇത്രയധികം വേർഡ്സ് തെറ്റായി എഴുതിയത്? അതിനുള്ള കാരണം, ഹേമ used the words incorrectly because the words she used and the correct words are homophones. അവൾ ഉപയോഗിച്ച വാക്കുകളും ഉപയോഗിക്കേണ്ടിയിരുന്ന ശരിയായ വാക്കുകളും ഒരേ ശബ്ദത്തിലുള്ളതായിരുന്നു, ഹോമോഫോൺസ് ആയിരുന്നു. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണ സംഭവിച്ചത്. ഹോമോഫോൺസ് ഹാവ് ദ സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ് ആൻഡ് മീനിങ്സ്. ഹോമോഫോൺസിന് ഒരേ ഉച്ചാരണമായിരിക്കും, എന്നാൽ വ്യത്യസ്തമായ സ്പെല്ലിങ്ങും അർത്ഥവുമായിരിക്കും. ഈ കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം ചില
പ്രോബ്ലംസ് ഉണ്ട്. അവർ കേട്ട് പഠിച്ച വാക്കുകൾ ഒരുപോലെയായിരിക്കും, എന്നാൽ വ്യത്യസ്തമായ അർത്ഥമായിരിക്കും. സന്ദർഭത്തിനനുസൃതമായ ശരിയായ വാക്കുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. Now, activity B. Hema's travel story is so fascinating that you decide to visit Munnar. ഹേമയുടെ ട്രാവൽ സ്റ്റോറി വളരെയധികം ആകർഷണീയമായിരുന്നു. അത് വായിച്ച് നിങ്ങളും മൂന്നാർ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. You scribble down your thoughts in your diary using a variety of homophones. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഒരു ഡയറി കുറിപ്പായി എഴുതുന്നു. ആ ഡയറിയിൽ ധാരാളം ഹോമോഫോൺസ് ഉപയോഗിക്കുക. കംപ്ലീറ്റ് ദ ഡയറി, എന്നിട്ട് ഡയറി പൂർത്തീകരിച്ചെഴുതുക. ഇവിടെ അതിൻ്റെ ഒരു തുടക്കം എന്ന രൂപത്തിൽ മോഡലായി 1-2 സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡയറി എഴുതുമ്പോൾ പേജിന് മുകൾ വശത്ത് ഡേയും ഡേറ്റും എഴുതണം. ഒരു മോഡൽ ഡയറി ധാരാളം ഹോമോഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക, അതിലെ ഹോമോഫോൺസ് തിരിച്ചറിയുക. ആദ്യം ഡേ ആൻഡ് ഡേറ്റ്. Friday, 4th October 2024. I too have decided to visit Munnar with my 2 children. 2 എന്നിങ്ങനെയുള്ള ഹോമോഫോൺസ് ശ്രദ്ധിക്കുക. Before we start, I will check whether the weather is fine. Weather and weather. I would like to see the sea of flower gardens and the fields where corn is grown for flour mills. Flour and flour mills എന്നുള്ളത് ശ്രദ്ധിക്കുക. I'll have to make my son rise early so we can set off before sunrise. Sunrise and sunrise. We will hire a vehicle to climb the higher hills. Hire a vehicle and higher hills. ഇവിടെയൊക്കെ hire എന്നുള്ളത് ഹോമോഫോൺസ് ആണ്. Enjoy off-road trekking and reach various sites to enjoy sights from great heights. Various sights and sights from great heights. സ്ഥലങ്ങൾ, കാഴ്ചകൾ എന്നർത്ഥം വരുന്ന 2 വ്യത്യസ്ത പദങ്ങളാണ്. പക്ഷേ സൈറ്റ്സ് എന്ന പ്രൊനൗൺസിയേഷനാണ് ഹോമോഫോൺസ് സൃഷ്ടിക്കുന്നത്. ഐ നോ, നോ 2 വേർഡും ഏകദേശം സിമിലർ സൗണ്ട് ആണ്. നോ ആൻഡ് നോ. Other tourist spots in South India will give the peace and natural beauty that this piece of land offers. Peace and piece of land. We have lots to pack and our bags may be heavy with weight, but we won't wait to repack as we can't wait to capture every moment in Munnar. ഇവിടെ wait എന്നീ പദങ്ങൾ ഹോമോഫോൺസ് ആയി മാറുന്നു. ഇത്തരത്തിൽ ഹോമോഫോൺസ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഉച്ചാരണം ഒരുപോലെയായിരിക്കും. സന്ദർഭത്തിന് അനുസരിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, തെറ്റായി ഉപയോഗിക്കരുത്. Activity 4. Read the sentence given below from Waiting for Rain. Waiting for Rain എന്ന ആർട്ടിക്കിളിൽ നിന്ന് ഒരു സെന്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സെന്റൻസ് ഇതാണ്: He accused this year's monsoon of merely കാട്ടി കൂട്ടി പോവാ. The writer has quoted the exact words of her uncle by code switching, using the technique of transliteration. ഈ സെന്റൻസിൽ ഒരു മലയാള പ്രയോഗം അതേ രൂപത്തിൽ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്ററുടെ അങ്കിൾ പറഞ്ഞ ആ മലയാളം പ്രയോഗം കാട്ടി കൂട്ടി പോവുക എന്നുള്ളത് അതേ ഉച്ചാരണത്തോടെയും അതേ മീനിങ്ങിലുമാണ് ഇംഗ്ലീഷിലേക്ക് എഴുതിയത്. എന്നാൽ അക്ഷരങ്ങൾ ഇംഗ്ലീഷിൻ്റെതാണ്. ഇത്തരം രീതിയിൽ എഴുതുന്ന ഈ രീതിക്കാണ് കോഡ് സ്വിച്ചിങ് അല്ലെങ്കിൽ ടെക്നിക്കലി ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മാറ്റി എഴുതുന്ന ഒരു രീതിയാണ്. ട്രാൻസ്ലേഷൻ അല്ല, തർജുമയല്ല. എന്താണ് കോഡ് സ്വിച്ചിങ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. Code switching involves the use of words, phrases, or entire sentences borrowed from a different language in speech or writing. Code switching സംസാരത്തിലും എഴുത്തിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ഭാഷയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അവിടുന്ന് ആ വാക്കുകൾ, പ്രയോഗങ്ങൾ അല്ലെങ്കിൽ സെന്റൻസ് മുഴുവനും മറ്റൊരു ഭാഷയിലേക്ക് ആ ഒറിജിനൽ ഭാഷയിലെ അതേ രൂപത്തിൽ എഴുതുന്നതാണ്. എന്നാൽ എഴുതുമ്പോൾ അക്ഷരങ്ങൾ നാം
ഇംഗ്ലീഷിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ടാണ് എഴുതുക എന്നുള്ളതാണ് കോഡ് സ്വിച്ചിങ്. When the words of a particular language are written in the alphabet of another language, ഒരു ഭാഷയിലെ വാക്കുകൾ മറ്റൊരു ഭാഷയുടെ ആൽഫബറ്റിൽ എഴുതി ചേർക്കുന്ന രീതിയാണ് കോൾഡ് ട്രാൻസ്ലിറ്ററേഷൻ. അതിനെയാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. This may be used to evoke a sense of cultural or linguistic authenticity in a literary piece. ഒരു സാഹിത്യകൃതിയിൽ മറ്റൊരു ഭാഷയിലെ വാക്കുകൾ അക്ഷരം മാറ്റിയാണെങ്കിലും എഴുതി ചേർക്കുമ്പോൾ നേരിട്ട് അതേപോലെ എഴുതി ചേർക്കുന്നത് ഭാഷാപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു ആധികാരികത എഴുത്തുകാർക്ക് കൊണ്ടുവരാൻ സഹായകരമാകും. അതാണ് ട്രാൻസ്ലിറ്ററേഷൻ മിക്കപ്പോഴും എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. ഇനി പിക്ക് ഔട്ട് അതർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ലിറ്ററേഷൻ ഫ്രം വെയിറ്റിംഗ് ഫോർ റെയിൻ. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ആർട്ടിക്കിൾ പരിശോധിച്ച് അതിൽ റൈറ്റർ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ലിറ്ററേഷന്റെ അല്ലെങ്കിൽ കോഡ് സ്വിച്ചിങ്ങിന്റെ മറ്റ് എക്സാമ്പിൾസ് കണ്ടെത്തുക. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗമക എന്നുള്ളത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അത് ആ ഗമക എന്നുള്ളത് അതേ ഉച്ചാരണത്തോടു കൂടിയാണ് ഇംഗ്ലീഷിലേക്ക് എഴുതിയത്. എന്നാൽ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ വിളംബ കാലം, മധ്യമ കാലം, ദ്രുത കാലം ഇതെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകളല്ല, സാൻസ്ക്രിറ്റ്, കർണാട്ടിക് ഭാഷകളിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ്. ഇംഗ്ലീഷിലേക്ക് എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലിറ്ററേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 5. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ടൂറിസ്റ്റ്സ് ഓൺ എ വിസിറ്റ് ടു മുംബൈ. മുംബൈ സന്ദർശിച്ച 2 ടൂറിസ്റ്റുകളുടെ കോൺവെർസേഷൻ ഒന്ന് വായിക്കുക. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. Did you know that the Dabbawalas are put through rigorous training? ഡബ്ബാവാലാസ് എല്ലാം തന്നെ ശക്തമായ ട്രെയിനിങ്ങിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. അക്കാര്യം ശ്രദ്ധിച്ചുവോ? ഒരാൾ ചോദിക്കുന്നു. മറ്റേയാൾ, of course, it helps them get on with their hectic schedules. ശരിയാണ്, അതവർക്ക് അവരുടെ തിരക്ക് പിടിച്ച ജോലി ഷെഡ്യൂളുമായിട്ട് ഒത്തുപോകാൻ അവർക്ക് സഹായകരമാകുന്നു. ഈ രൂപത്തിലാണ് സംഭാഷണം. Now, did you notice the words in italics in the conversation? ഈ കോൺവെർസേഷനിൽ ചില വാക്കുകൾ ഇറ്റാലിക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചുവോ? They are called phrasal verbs. ഇത്തരം വേർഡ്സ് ആണ് phrasal verbs എന്ന് അറിയപ്പെടുന്നത്. 2 phrasal verbുകൾ ശ്രദ്ധിക്കുക. ഒന്ന് put through, മറ്റൊന്ന് get on. എന്താണ് put through എന്നതിന്റെ അർത്ഥം? To make someone experience something unpleasant or difficult. പ്രയാസകരമായ അല്ലെങ്കിൽ അത്രയൊന്നും സന്തോഷകരമല്ലാത്ത ഒരു കാര്യത്തെ ഒരാളിലേക്ക് വിധേയമാക്കുക, അതിന് അനുഭവിക്കാൻ അയാളെ പ്രേരിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ്ങിനൊക്കെ വിധേയമാക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ. അതാണ് പുട്ട് ത്രൂ എന്ന് പറയുന്നത്. അതിലൂടെ അനുഭവിക്കാൻ അയാളെ പ്രേരിപ്പിക്കുക. Then get on means to manage or deal with a situation. ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക, ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ അർത്ഥം. Now, read the diary entry of a tourist on a visit to Delhi. ഡൽഹി സന്ദർശിച്ച ഒരു ടൂറിസ്റ്റിന്റെ ഡയറി കുറിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ ഡയറി വായിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസൽ വേർബുകൾ കണ്ടെത്തുക, അവയുടെ മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ നൽകിയിട്ടുണ്ട്. മൊത്തം ഡയറി വായിക്കുന്നില്ല, അതിലെ ഫ്രേസൽ വേർബുകൾ. ആദ്യം came across എന്നുള്ളതാണ്. Then came by, came back, then come round, came over, come up, come on, come out എന്നിങ്ങനെ കം എന്ന വേർബുമായി ബന്ധപ്പെട്ട ഫ്രേസൽ വേർബുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ പാസ്റ്റ് ടെൻസിലാണ്, ഒരു ഡയറി കുറിപ്പായതിനാൽ came across അതിന്റെ പ്രസന്റ് ഫോം come across എന്നായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ഈ ഫ്രേസൽ വേർബുകളുടെ എല്ലാം തന്നെ മീനിങ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. അതും വിദ്യാർത്ഥികൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്രേസൽ വേർബ് കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ഓർ ഫൈൻഡ് സമൺ ഓർ സംതിങ് ബൈ ചാൻസ്. ഏതെങ്കിലും ഒരാളെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അവിചാരിതമായി കണ്ടെത്തുക, കണ്ടുമുട്ടുക. കം ബൈ ടു ഗെറ്റ് സംതിങ് ബൈ എഫേർട്സ് ഓർ ബൈ ചാൻസ്. അധ്വാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബൈ ചാൻസിൽ പ്രതീക്ഷിക്കാതെയോ എന്തെങ്കിലും നേടുക, ലഭിക്കുക, കൈവരുക എന്നൊക്കെ അർത്ഥം. കം ബാക്ക്
ടു റിട്ടേൺ, ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വരിക. ദെൻ കം റൗണ്ട്, ടു വിസിറ്റ് സമ്മൺ ഇൻ ദെയർ ഹോം, ഒരാളെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുക. കം ഓവർ, ടു ഇൻഫ്ലുവൻസ് ഓർ അഫക്ട് സമ്മൺ സഡൻലി, ഒരാൾക്ക് പെട്ടെന്നൊരു ഒരാളുടെ മേലൊരു സ്വാധീനം ഉണ്ടാവുക, ഒരാളെ ബാധിക്കുക അപ്രതീക്ഷിതമായിട്ട്, വളരെ പെട്ടെന്ന്. ദെൻ കം ഓഫ്, ടു ഹാപ്പൻ ആസ് പ്ലാൻഡ് ഓർ സക്സീഡ്, നാം പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുക, അതല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നാം വിജയിക്കുക, നേടുക എന്നൊക്കെ അർത്ഥം. കം അപ്പ്, ടു ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി സംഭവിക്കുക. ഓർ ടു ടേൺ ഔട്ട് ടു ബി, ഒരു കാര്യം നാം വിചാരിക്കുന്ന പോലെ ആയിത്തീരുക. കം ഔട്ട്, ടു എമേർജ് ഓർ അപ്പിയർ ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട്, ഒരു പരിണത ഫലമായിട്ട് സംഭവിക്കുക, അത് ഉയർന്നു വരിക, സംഭവ്യമാവുക എന്നൊക്കെ അർത്ഥം. നൗ ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി പി. ദ ഫോളോയിങ് പാസേജ് ഓൺ നർച്ചറിംഗ് ലൈഫ് സ്കിൽസ് ഈസ് ഇൻകംപ്ലീറ്റ്. നർച്ചറിംഗ് ലൈഫ് സ്കിൽസ് എന്നുള്ള ഈ പാസേജ് ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ദ പാസേജ് പിക്കിംഗ് ഫ്രേസസ് ഫ്രം ദ ചോയ്സസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. ഇവിടെ താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ നൽകിയിരിക്കുന്ന ഫ്രേസൽ വേർബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാസേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അതിവിടെ സോൾവ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ആദ്യം ഇൻഡിവിജ്വൽസ് ഓഫൺ എന്ന് കഴിഞ്ഞ ഡാഷിൽ നാം ചേർക്കേണ്ടത് കം അക്രോസ് എന്നാണ്. ഓഫൺ കം അക്രോസ് വേരിയസ് ചലഞ്ചസ്. ദെൻ രണ്ടാമത്തെ ഭാഗത്ത് വൺ മസ്റ്റ് ഡാഷ് സ്കിൽസ്, അവിടെ ചേർക്കുന്നത് വൺ മസ്റ്റ് കം ബൈ സ്കിൽസ്. ദെൻ മൂന്നാമത്തെ ഡാഷിൽ ദി ആബിലിറ്റി ടു ഡാഷ് ആസ് റെസിലിയന്റ് എന്നുള്ളിടത്ത് come off, the ability to come off as resilient. Then D, the capacity to dash with creative solutions എന്നുള്ള ആ ഡാഷിൽ D എന്നുള്ളിടത്ത് come up, the capacity to come up with creative solutions. Then in the last, individuals to dash on top, individuals to come out on top എന്നിങ്ങനെ ഈ പാസേജ് പൂർത്തീകരിച്ചത് ശ്രദ്ധിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഫ്രേസൽ വേർബുകൾ എല്ലാം തന്നെ വിദ്യാർത്ഥികൾ അവയുടെ മീനിങ്സോട് കൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഫ്രേസൽ വേർബുകൾ പ്രത്യേക ശ്രദ്ധയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. കാരണം ഫ്രേസൽ വേർബുകളിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമായിരിക്കില്ല ഫ്രേസൽ വേർബായി രണ്ട് വാക്കുകൾ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം. ഉദാഹരണത്തിന് കം അക്രോസ് എന്ന ഫ്രേസൽ വേർബ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇവിടെ നൽകിയിരിക്കുന്ന മീനിങ് അവിചാരിതമായി കണ്ടുമുട്ടുക, ഒരു വസ്തു കണ്ടെത്തുക എന്നാണ്. ആ മീനിങ് കം അക്രോസ് എന്ന ഫ്രേസൽ വേർബ് ഫിഗറേറ്റീവായി നൽകുന്ന മീനിങ് ആണ്. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന കം അല്ലെങ്കിൽ അക്രോസ് എന്നിങ്ങനെയുള്ള ഈ രണ്ട് വേർഡുകൾ പ്രത്യേകമായിട്ട് എടുത്താൽ അവയുടെ ലിറ്ററൽ മീനിങ് കം എന്നതിന്റെ മീനിങ്ങോ അക്രോസ് എന്നതിന്റെ മീനിങ്ങോ അല്ല കം അക്രോസ് എന്ന ഫ്രേസൽ വേർബ് നൽകുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ചില ഫ്രേസൽ വേർബുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അവയുടെ യഥാർത്ഥ ലിറ്ററൽ മീനിങ്ങും നമുക്ക് ഉപയോഗത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കം അപ്പ്. കം അപ്പ് എന്നുള്ളത് ഉയർന്നു വരിക എന്നൊരർത്ഥവും അതിന് നൽകാൻ സാധിക്കും. കം ഔട്ട്, പുറത്തേക്ക് വരിക, പബ്ലിഷ് ആവുക എന്നൊക്കെ അർത്ഥത്തിലും ഫ്രേസൽ വേർബുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്നത് എല്ലാം തന്നെ ഇവയുടെ ഫിഗറേറ്റീവ് മീനിങ്സ് ആണ്, വാക്കുകളുടെ അർത്ഥമല്ല നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആക്ടിവിറ്റി വിശദീകരിക്കുന്ന വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ ഈ ലെസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആക്ടിവിറ്റീസ് ഉണ്ട്. അവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.